ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയ ചില വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധി എന്ന് പറയുന്ന മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നല്ലോണം സംസാരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നുന്നില്ല. പക്ഷെ മത്സരങ്ങളിലെല്ലാം നന്നായിട്ട് തന്നെ പുള്ളിക്കാരത്തി കളിക്കുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിലെ പലരും അവരെ ഈസി ടാർഗറ്റായിട്ട് കാണുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം രേണുവിൻ്റെ ഭാഗത്ത് കാണുന്ന സമയത്ത് അവർ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ്സ് ഒന്നും അവർക്കൊരു പ്രശ്നമില്ലാത്തത് കൊണ്ട് എന്തും ഫേസ് ചെയ്യാൻ തയ്യാറാണ് പുള്ളിക്കാരത്തി. ഇന്നലെ തന്നെ ഒരു വഴക്ക് നടന്നായിരുന്നല്ലോ ബിഗ് ബോസ് ഹൗസിൽ വെച്ച്. അത് മണ്ടത്തരം കാണിച്ച പോലെയാണ് ശരിക്കും തോന്നുന്നത്. ഇന്നലെ ചെയ്ത വഴക്കുണ്ടാക്കിയവർ ശരിക്കും കാണിച്ചത് പൊട്ടത്തരമാണ്. മിണ്ടാതിരുന്ന രേണു സുധിയെ പിടിച്ചു നിർത്തി സ്ക്രീൻ സ്പേസ് കൊടുത്ത പോലെയുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ് അനീഷ്. കാരണം സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്, വിമർശിക്കുന്നവരുമുണ്ട്. ബിഗ് ബോസിൽ അനീഷ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇത്രയും കോണ്ടന്റുകൾ ഉണ്ടാകുമോ എന്നത് സംശയം തന്നെയാണ്. അനീഷ് വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, പിന്നീട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അനീഷ് നമ്മളോട് വന്ന് എന്തെങ്കിലും പറയും, തിരിച്ചൊരു റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്നും ഇല്ലാതെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അത്രയ്ക്കും പ്രോഗിങ് ആണ് അനീഷിൻ്റെ ഗെയിം. ഈ രീതിയിലാണ് അനീഷിൻ്റെ പോക്കെങ്കിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ആകെ മതിയാവുമെന്നാണ് തോന്നുന്നത്. കാരണം തിരിച്ച് അടിക്കാനോ ഒന്നിനും പറയാനും പറ്റില്ല, ഒന്നിനും പറ്റാത്ത അവസ്ഥ. എല്ലാവരും എത്ര വെറുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വെറുപ്പിക്കുന്നുണ്ട് പുള്ളി. ആൾക്കാരെ എത്ര വട്ടം കറക്കാൻ പറ്റുമോ അത്രയ്ക്കും വട്ടം കറക്കുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞ് മറ്റുള്ളവർ ചേട്ടാ ഇത് അങ്ങനെയില്ല എന്ന് ചോദിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് തിരിയുന്നു, ഇങ്ങോട്ടേക്ക് തിരിയുന്നു. ഓപ്പോസിറ്റ് പറയാൻ വരുന്ന ആൾക്ക് മുഖം കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. നമുക്ക് ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ ഇങ്ങനെ ഒരാൾ ഗെയിം കളിക്കുന്നത് കാണുന്നത്. ഇതിനു മുന്നേ കളിച്ച ഒരുപാട് മത്സരാർത്ഥികളുണ്ടല്ലോ വേറെ വേറെ സീസൺസിൽ. അതിൽ ഓരോരുത്തരുടെയും മാനറിസംസ് എല്ലാം നമുക്ക് ഇയാളിലൂടെ കാണാനായിട്ട് സാധിക്കും. ഒപ്പം ഇയാളുടേതായിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസും. ചുമ്മാതല്ല, ജോലി കിട്ടിയിട്ടും ബിഗ് ബോസിലേക്ക് വരണമെന്ന് പറഞ്ഞ് അയാൾ കുറച്ചു കാലം ലീവ് എടുത്തത്. ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഈ 2 വർഷത്തിൽ ആലോചിച്ച് ഒരു പ്ലാനോട് കൂടിയിട്ടായിരിക്കാം ഇവിടേക്ക് വന്നത്. അനീഷിനെ പറ്റി പറയുകയാണെങ്കിൽ, കൂടുതൽ പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ അത്രയ്ക്കല്ല, കുറച്ച് സമയം മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ മിണ്ടില്ല. പുള്ളിക്കാരൻ ഭയങ്കര സൈലൻ്റാണ്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പക്ഷേ എന്നും അയാൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതത്ര ശരിയാവില്ലല്ലോ. കാരണം ഗെയിം കളിക്കണം. എപ്പോഴും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ അത് തിരിച്ചടിയാവാനും സാധ്യതയുണ്ട്. തുടക്കത്തിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഇനി എന്താവും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.